പ്രൈസ് ടു ജീസസ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കുന്നുവെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആരെങ്കിലും ദുഃഖത്തോടായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ച ഒരു ദൈവത്തിൻ്റെ സന്ദേശം നിങ്ങളിലേക്കൊന്ന് എത്തിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പലപ്പോഴും എൻ്റെ സഭയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ അതൊരു വീഡിയോ എടുത്ത് നിങ്ങളുടെ ഇടയിലേക്ക് തരുന്നതിനേക്കാൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്നെ വളരെയധികമായിട്ട് ചിന്തിപ്പിച്ച ഒരു വേദഭാഗമുണ്ട്. അതിനോട് ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നഷ്ടം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എന്തു നഷ്ടപ്പെട്ടാലും അത് നമുക്ക് വേദനയാകും. എന്തു നഷ്ടപ്പെട്ടാലും അത് നമ്മുടെ ജീവിതത്തിൽ വേദനയാണ്, അല്ലേ? എന്താ നഷ്ടപ്പെടുന്നതിനെ പറ്റി നമുക്ക് വേദന ഉണ്ടാകുന്നതെന്നറിയാമോ? നഷ്ടപ്പെട്ടത് എന്തും നമുക്ക് വിലയേറിയതോ വില കൊടുത്ത് വാങ്ങിയതോ ആയ വസ്തുവായിരിക്കും. ഏത് നഷ്ടപ്പെട്ടാലും, എന്തു സാധനം നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടതിനെ പറ്റി ഒരു വേദന വരുന്നതിൻ്റെ കാരണം അത് നമ്മുടെ ഉള്ളിലൊരു വിലയേറിയ സാധനമായിരിക്കും. ആ നഷ്ടപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ വേദന വരുത്തുവാൻ കാര്യം എന്നറിയാമോ? ആ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അത് വിലയേറിയതാണ്. പക്ഷേ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പലപ്പോഴും നമ്മൾ ആ നഷ്ടപ്പെട്ടത് വിലയേറിയതായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. പക്ഷേ നഷ്ടപ്പെട്ടത് വിലയേറിയതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ പലപ്പോഴും നമ്മളത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? നഷ്ടപ്പെട്ട് പോയിട്ട് വേദനിക്കുന്നതിനേക്കാൾ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ഉത്തമം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടം പലതും നമുക്ക് വേദനയാണ്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയവരാണ്. ഒരു വേദഭാഗം അതിനോട് ബന്ധപ്പെട്ട് ഒന്ന് നിങ്ങളുടെ ഇടയിലേക്ക് നൽകുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക, കേട്ടോ. നിങ്ങൾ വേഗത്തിൽ സ്കിപ്പ് ചെയ്തൊന്നും പോകരുത്. നിങ്ങളുടെ സഹകരണങ്ങൾ, നിങ്ങളെന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കലണ്ടർ, അതായത് അടുത്ത നെക്സ്റ്റ് മാസത്തിൻ്റെ ഒരു കലണ്ടർ, 4 മാസം, മാസത്തിൽ 4 ആഴ്ചയും 4 എന്നുള്ളതായിരിക്കും രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ഞാൻ പോസ്റ്റ് ചെയ്യാനിടയായിത്തീർന്നു. നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചു, കേട്ടോ. പല ആൾക്കാരും അതിൻ്റെ പുറകിൽ കമൻസ് ഇട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അതിനകത്ത് മെൻഷൻ ചെയ്തൊരു കാര്യം ഇങ്ങനെയായിരുന്നു. 826 ദിവസം എന്നൊരു വർഷത്തെ പറ്റി പറഞ്ഞപ്പം അതിനെ മാത്രം ഫോക്കസ് ചെയ്ത്, അപ്പം ഓരോ വിഷയങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്, കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ പ്രതികരിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. ചിലരൊക്കെ എഴുതി നിങ്ങൾ മണ്ടനാണെന്നൊക്കെ എഴുതി. എനിക്ക് സന്തോഷമുണ്ടായി. കാരണം വെച്ചാൽ അത് അവർ ശ്രദ്ധിച്ചത് കൊണ്ടാണ്, കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇടുമ്പോൾ നമ്മളതിനെപ്പറ്റി കൂടുതൽ അറിയാനും കൂടുതൽ ശ്രദ്ധിക്കുകയും നമ്മൾ ചെയ്യും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളിലേക്ക് വരുവാനിടയായിത്തീരുന്നത്. ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയാകുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുന്നതിന് മുൻപ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കണം. നമ്മളതിനെപ്പറ്റി ശ്രദ്ധിക്കണം. ഓരോ വിഷയങ്ങൾ ചെറിയ കാര്യങ്ങളാകാം, പക്ഷേ അത് ജീവിതത്തിൽ നമുക്ക് വിലയേറിയതാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, കേട്ടോ. ഞാൻ ആ വേദഭാഗം ഒന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 രാജാക്കന്മാർ എഴുതിയ 2 രാജാക്കന്മാരുടെ പുസ്തകം, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യമാണ്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ
എൻ്റെ 2 മക്കളെ പിടിച്ചു അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇവിടെ എഴുതപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്. രണ്ടാമത്തെ കാര്യം, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. ഈ 2 കാര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ ആ സ്ത്രീ പറയപ്പെട്ടൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ ഭർത്താവ്. ഈ എൻ്റേത് എന്നുള്ള ചിന്ത പലപ്പോഴും ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയാമോ? നഷ്ടപ്പെട്ടതിന് ശേഷമാണ്. എന്തും നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അത് എൻ്റേതാണെന്നുള്ള ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് നഷ്ടപ്പെടുന്നതിന് മുൻപ് ഒരിക്കലും എൻ്റേതാണെന്നൊരു ചിന്ത പലരുടെയും ഉള്ളിലില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രശ്നവും ഭാരവും കരച്ചിലും ദുഃഖത്തിലേക്കൊക്കെ നയിക്കുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? പല ഭർത്താക്കന്മാരും നഷ്ടപ്പെടുന്നതിന് മുൻപ് ഭാര്യമാരുടെ ഉള്ളിൽ എൻ്റെ ഭർത്താവെന്നൊരു ചിന്ത പലപ്പോഴുമില്ല. എൻ്റെ ഭർത്താവ്, അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസനാണ്. കണ്ട, നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ്. നിൻ്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. അപ്പോൾ തൻ്റെ ഭർത്താവ് ആരായിരുന്നു എന്നൊരു ചിന്ത നഷ്ടപ്പെടുന്നതിന് മുൻപ് ആ സ്ത്രീക്കുണ്ടാകുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വില എന്താണെന്ന് നഷ്ടപ്പെടുന്നതിന് മുൻപ് ആ സ്ത്രീക്കറിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകുകയോ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകുവാൻ വരികയോ ചെയ്യുകയില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആ ദുരനുഭവം അവരുടെ വീട്ടിൽ വന്നില്ല. അദ്ദേഹം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇപ്പോൾ കടക്കാർ വന്നിരിക്കുക മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ. ഇതൊരു ദുരനുഭവമാണ്, നഷ്ടങ്ങൾ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്നതാണ്. കാര്യം എന്നാണെന്നറിയാമോ? ഇന്ന് പല സ്ത്രീകൾക്കും പല ഭാര്യമാർക്കും എൻ്റെ ഭർത്താവ് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലില്ല. ഒരുപക്ഷെ സമൂഹത്ത് പറയുമായിരിക്കും, മറ്റുള്ളവരോട് പറയുമായിരിക്കും, എൻ്റെ ഭർത്താവ് എന്നൊരു ചിന്ത, അവൻ ആരാണ് എന്നുള്ള ചിന്ത. ഒരുപക്ഷെ അദ്ദേഹം ഒരു മേസ്തിരി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മേയ്ക്കാടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കലക്ടറായിരിക്കാം, അദ്ദേഹം ഒരു ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാസ്റ്ററായിരിക്കാം, ഒരു ദേവദാസനായിരിക്കാം, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരിക്കാം. എൻ്റെ ഭർത്താവ് ആരാണ് എന്നൊരു ചിന്ത എത്ര ഭാര്യമാരുടെ ഉള്ളിലുണ്ട്. അദ്ദേഹം ചെയ്യുന്ന പ്രൊഫഷൻ എന്താണെന്നൊരു ചിന്ത എത്ര ഭാര്യമാരുടെ ഉള്ളിലുണ്ട്. അദ്ദേഹം അനുഭവിക്കുന്ന ടെൻഷൻ എന്തുമാത്രം ഉണ്ടെന്ന് എത്ര ഭാര്യമാർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ആ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, എലീശയുടെ ദാസനായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് ഒരു കടക്കാരനും വീട്ടിൽ വന്നില്ല. അതാണ് ഭർത്താവ്. മക്കളെ കൊണ്ടുപോകുവാൻ ഒരു കടക്കാരനും വീട്ടിൽ വരാതെ വീടിനെ സംരക്ഷിച്ചവനായിരുന്നു അവളുടെ ഭർത്താവ്. അവളുടെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ, അവളുടെ ഭർത്താവിൻ്റെ നഷ്ടത്തിൽ ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്ന തൻ്റെ മക്കളാണ്. കടക്കാർ വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോവുക. ഈ ദുരനുഭവം ഒട്ടുമിക്കൽ ഭവനങ്ങളിലുമുള്ള കാര്യമാണ്. ഞാൻ പറയട്ടെ, നഷ്ടപ്പെട്ടതിന് ശേഷം കഷ്ടപ്പെടാതിരിക്കാൻ, നഷ്ടപ്പെടാതെ അതിനെ വിലയേറിയതെന്ന് കണ്ട് സൂക്ഷിക്കാൻ തയ്യാറായിത്തീരണം. ഭർത്താവെന്നൊരു ചിന്ത എല്ലാ സ്ത്രീകൾക്കുമുണ്ട്. പക്ഷെ എൻ്റെ ഭർത്താവ് അവൻ ആരായിരിക്കുന്നു എന്നൊരു ചിന്തയുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ സഹോദരങ്ങളെ, ആ ചിന്തയുണ്ടോ? പക്ഷേ നഷ്ടപ്പെട്ടതിന് ശേഷം അവൾ പറയാം, നിൻ്റെ ദാസനാണ്. അത് നഷ്ടപ്പെടുന്നതിന് മുൻപ് എലീശയുടെ ദാസനാണെന്നൊരു ചിന്തയുണ്ടാകുമായിരുന്നെങ്കിലോ?
നിന്റെ ദാസൻ യഹോവ ഭക്തനാണ്, അവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് അചിന്തയുണ്ടാകുകയായിരുന്നെങ്കിലോ. അപ്പോൾ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ദുഃഖിച്ചിട്ടോ കരഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ വിലപിച്ചിട്ടോ വിലാപത്തോട് നിലവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാകുകയില്ല. നമ്മുടെ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയത്തില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ മക്കൾ നഷ്ടപ്പെടാൻ പോവുകയാണ്. കണ്ടോ, ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോഴാണ് മക്കളുടെ വില എന്താണെന്ന് അവൾ തിരിച്ചറിയുന്നത്. കേട്ടോ, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആ വില തിരിച്ചറിയത്തില്ല. പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ അവൾ നിലവിളിച്ചു. ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അവൾ നിലവിളിച്ചില്ല, ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ അവൾ നിലവിളിച്ചു. അവൾ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നു കരഞ്ഞു, നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെപ്പറ്റി. അപ്പോൾ കണ്ടേ, ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ അവൾക്ക് വിലയില്ലായിരുന്നു. അവൾ ജീവിച്ചിരുന്നപ്പോൾ അവൾക്ക് വിലയില്ലായിരുന്നു. പക്ഷേ മക്കൾ കടക്കാരടിമകളായി പോകും എന്നുള്ള ചിന്ത, ഒറ്റപ്പെടും എന്നുള്ള ചിന്ത വന്നപ്പോൾ ഈ ചിന്ത നഷ്ടപ്പെടുന്നതിന് മുൻപ് നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ഭർത്താക്കന്മാർ ചെയ്യുന്ന ജോലി, അവരെടുക്കുന്ന എഫേർട്ട്, ഒരു നല്ല വീടില്ലെങ്കിൽ ഭാര്യമാരോട് അങ്ങനെ ആരും കംപ്ലൈൻറ്റ് പറയത്തില്ല. അതിനെപ്പറ്റി അവരാരും കൂടുതൽ ചിന്തിക്കത്തുമില്ല. നല്ലൊരു കാറില്ലെങ്കിൽ, നല്ലൊരു വാഹനമില്ലെങ്കിൽ, നല്ലൊരു വസ്ത്രമില്ലെങ്കിൽ, ആഹാരമില്ലെങ്കിൽ, ഇതിൻ്റെ പുറകിൽ മുഴുവനും എഫേർട്ട് എടുക്കുന്നത് ആരാന്നറിയാമോ? ഭർത്താക്കന്മാരാണ്. പലപ്പോഴും ആ ചിന്ത ഭാര്യമാർക്കില്ല. ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് നഷ്ടങ്ങൾ ജീവിതത്തിൽ വരുവാനിടയാകുന്നത്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, കേട്ടോ. ചിലരുടെയൊക്കെ കാര്യമാണ് ഈ പറയുന്നത്. ആ ചിലർ എന്ന വ്യക്തി നീയാണെങ്കിൽ നിൻ്റെ ഭർത്താവ് നഷ്ടപ്പെടുന്നതിന് മുൻപ് നിൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവാണെന്നൊരു ചിന്തയോടെ പ്രവർത്തിക്കാനിടയായി തീരുക. ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കുന്ന ഒരു സ്ത്രീയുടെ സഹനം വളരെ വലുതാണ്. അവൾക്ക് ഏറ്റവും സഹനമുള്ളൊരു വ്യക്തിത്വമാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പെയിനാണ് ഡെലിവറി പെയിൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു പെയിനാണ്. ആ പെയിൻ്റെ അത്രയും വേദന ഈ ലോകത്തിൽ ആരും അനുഭവിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, കേട്ടോ. അത്രയും പെയിൻഫുള്ളായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഭാര്യ തൻ്റെ ഭർത്താവ് പകൽ അന്ത്യത്തോളം അധ്വാനിച്ച് ഭവനത്തിൽ വരുമ്പോൾ, തൻ്റെ ജീവിതത്തിൻ്റെ 2 ഭാഗങ്ങളെ കൂട്ടി ഇണക്കേണ്ടതിന് അവൻ വീട്ടിൽ വരുമ്പോൾ, അവൾ നടുവേദന, തലവേദന, കൈവേദന, പുറം വേദന, ഇല്ലാത്ത വേദന മുഴുവനും ജീവിതത്തിൽ ആവഹിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ കാപട്യം കാണിക്കുന്ന സഹോദരി, നിങ്ങളുടെ ജീവിതത്തിലാണ് ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില നിങ്ങൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ അവർ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ അത് തിരിച്ചറിയാനിടയാകും. അന്ന് നിങ്ങളുടെ നടുവേദനയെപ്പറ്റി നിങ്ങൾ ആരോട് പറയും? നിങ്ങളുടെ തലവേദനയെപ്പറ്റി നിങ്ങൾ ആരോട് പറയും? ആര് കേൾക്കാനിരിക്കും? ആര് നിങ്ങളെ സഹായിക്കാനിരിക്കും? ആര് നിങ്ങളെ സംരക്ഷിക്കാനിരിക്കും? അതുകൊണ്ട് ഈ കാപട്യത്തിൻ്റെ മുഖം മൂടി മാറ്റണം, കേട്ടോ. കാരണം നൊന്ത് പ്രസവിക്കാൻ അത്രയും അധികം വേദന സഹിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റുമെങ്കിൽ നടുവേദന സഹിക്കാൻ പറ്റും. പക്ഷേ നിൻ്റെ ഹസ്ബൻഡിന് നടുവേദനയുണ്ടോ, തലവേദനയുണ്ടോ? പകലത്തെ അധ്വാനത്തിന് ശേഷം അദ്ദേഹം ശരീരം ക്ഷീണിച്ചല്ലേ വരുന്നത്, അദ്ദേഹത്തിന് ക്ഷീണമുണ്ടോ എന്നതിനെപ്പറ്റി ഒരു നിമിഷം ചിന്തിക്കാനോ അദ്ദേഹത്തിന് വേണ്ടിയ പ്രാഥമികമായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാനോ കുഞ്ഞെ നിനക്ക് കഴിയുന്നുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചോണം, കേട്ടോ. നഷ്ടപ്പെട്ടതിന് ശേഷം ഒറ്റപ്പെട്ട് കരഞ്ഞിട്ട് കാര്യമില്ല, ദുഃഖിച്ചിട്ട് കാര്യമില്ല. നിൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്ന ജോലി എന്താണ്, അദ്ദേഹത്തിൻ്റെ മേഖലകൾ എന്താണ്, എന്തുമാത്രം കഷ്ടപ്പാടുകൾ അദ്ദേഹം തൻ്റെ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നു എന്നുള്ള ചിന്തയോടെ, ബൈബിൾ അതല്ലേ പറഞ്ഞിരിക്കുന്നത്, താൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവത്തിന് തോന്നി. തക്ക തുണയിരിക്കുക. കാര്യം എന്നറിയാമോ? അവൻ ഏകനായിരുന്നാൽ പ്രശ്നമാണ്. അവൻ ഏകനായിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവൻ മറ്റുള്ളവനെ ഡിപ്പെൻഡിങ് മെൻറ്റാലിറ്റി എന്ന് പറയും.
ഒന്നെങ്കിൽ ചിലർ മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്യും, ചിലർ സഹോദരങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും, ചിലർ കൂട്ടുകാർ ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ചിലർ മദ്യപാനത്തെ ഡിപ്പെൻഡ് ചെയ്യും. ഹല്ലേലൂയ. ഇങ്ങനെ മനുഷ്യൻ പല നിലകളിലേക്ക് ഡിപ്പെൻഡിങ് മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? എൻ്റെ ഭർത്താവെന്നൊരു ചിന്ത ഭാര്യയ്ക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ്. എന്നിട്ട് അവർ കംപ്ലൈൻറ്റ് പറയും, പരിഭവങ്ങൾ പറയും, പരാതികൾ പറയും. ഞാൻ ചോദിച്ചോട്ടെ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ പറ്റി നല്ലത് മറ്റുള്ളവരോട് പറയാറുണ്ടോ? പറയണം. അവരെപ്പറ്റി നിങ്ങൾ നല്ലത് ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കണം. അവരുടെ കഷ്ടപ്പാടിനെ പറ്റി നിങ്ങൾ ഓർക്കാറുണ്ടോ? നിങ്ങൾക്ക് ലഭിക്കാത്തതിൻ്റെ പരാതിപ്പെട്ടികളായിട്ട് മാറുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. നഷ്ടപ്പെടുന്നതിന് മുൻപ് നഷ്ടപ്പെടുന്നതിൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടാതിരിക്കാനിടയാകും. ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, സ്ത്രീ നിലവിളിച്ചു. ഇത് നഷ്ടപ്പെട്ടു പോകാനല്ല ദൈവം ഒന്നിപ്പിച്ചിരിക്കുന്നത്, കൂടെ വാഴുവാൻ വേണ്ടിയാണ്. കൂടെ വാഴുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഒത്തിരി സഹോദരിമാർ ഒറ്റപ്പെട്ടായിരിക്കുന്ന അനുഭവത്തിൽ അവർ കഷ്ടപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അവരെ കഷ്ടപ്പാടിലേക്ക് നയിക്കുകയാണ്, ബുദ്ധിമുട്ടിലേക്ക് നയിക്കുകയാണ്, ജീവിതത്തിൽ അവരെ തകർച്ചയിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് നിൻ്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനായിരിക്കാം, ഡോക്ടറായിരിക്കാം, എൻജിനീയറായിരിക്കാം, വാട്ടർ എന്തുമായിക്കൊള്ളട്ടെ, അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ നിൻ്റേതായിരിക്കുന്ന ഒരു മെൻ്റൽ സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന്. ഞാൻ എൻ്റെ ചർച്ചിൽ പറയാറുണ്ട്, നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വരുന്ന റേഡിയേറ്റർ പോലെയാണ് ഒരു പുരുഷൻ. റേഡിയേറ്റർ പോലെ തിളച്ച് മറിഞ്ഞാണ് അവൻ വരുന്നത്. അവൻ്റെ എല്ലാ ഭാരവും അവൻ്റെ തലയിലല്ലേ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അതിനെ ഒന്ന് തണുപ്പിച്ചിട്ട് കുറച്ചൊക്കെ അവൻ റിലാക്സ് ആയതിനു ശേഷം പരാതികളും പരിഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഭവനത്തിൽ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ വിഷയം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കാര്യങ്ങളും വിഷയങ്ങളും നിങ്ങളുടെ ഭർത്താവ് കേൾക്കുന്നില്ല, സഹായിക്കുന്നില്ല, നിങ്ങളെ മോറലി സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. തക്ക തുണേന്ന് എന്ന് പറഞ്ഞാൽ താൻ ഏകനായിരിക്കുന്ന നന്നല്ല. ഏകനായിട്ട് അവൻ ഇരുന്നാൽ ആത്മഹത്യ ചെയ്യും. ഏകനായിട്ട് അവൻ ഇരുന്നാൽ അവൻ ഒന്നെങ്കിൽ മദ്യപാനിയായിത്തീരും, അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ അവൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കാനിടയായിത്തീരും. കാരണം ഏകനായിട്ടൊരു പുരുഷൻ ഇരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മണ്ണുകൊണ്ടും സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലുകൊണ്ടുമാണ് സൃഷ്ടിച്ചത്. ബോൾഡാണ് സ്ത്രീകൾ. നിങ്ങൾക്കറിയാമോ, സെൻസസ് പ്രകാരം 70 മുതൽ 90% വരെ സഹിക്കാനുള്ള സഹനശക്തി സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ ഈ ആത്മഹത്യ നിരക്ക് വളരെ കുറവാണ്. അത് കഴിഞ്ഞാലേ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അതിൻ്റെ കൺട്രോൾ കഴിഞ്ഞു പോയാൽ, ആ ഒരു പെർസെൻറ്റേജിൽ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നെങ്കിൽ ചെയ്യത്തുള്ളൂ. പക്ഷെ പുരുഷൻ അതിൻ്റെ പകുതി പോലും സഹനശക്തിയില്ല. അതുകൊണ്ട് അവൻ ഡിപ്പെൻഡിങ് മെൻറ്റാലിറ്റിയിലേക്ക് പോകും. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒന്നുകിൽ അവരാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം. ആ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തി എൻ്റെ ഭർത്താവ് എന്നുള്ള ചിന്ത ഉള്ളിൽ വന്നാൽ ആ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെ തീരട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ഈ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് പണിതെടുക്കാനിടയായിത്തീരും. കുഞ്ഞുങ്ങളും പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് തൻ്റെ അപ്പൻ്റെ വില എന്താണെന്നറിയത്തില്ല. ഭാര്യമാർക്ക് അവരുടെ ഭർത്താവിൻ്റെ വില, പക്ഷെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ വില അറിയാം. നഷ്ടബോധം ജീവിതത്തിൽ വരുമ്പോഴാണ് ജീവിതത്തിൽ അതിൻ്റെ വാല്യൂ എന്താണെന്ന് തിരിച്ചത്. അതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ 2025
നിങ്ങളുടെ കുടുംബം അനുഗ്രഹത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഉയർച്ചയുടെയും സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും ഒരു ജീവിതമാക്കി സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയായി തീരുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ആൾ. ദൈവം നിങ്ങളെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ.